ഹലോ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെയധികം അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആൺകുട്ടികൾക്കും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പെൺകുട്ടികളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം അവര് കല്യാണം കഴിഞ്ഞ് പോകുന്നത് വേറൊരു വീട്ടിലേക്കാണ്, അല്ലേ? അങ്ങനെയുള്ള പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ ഭർത്താക്കന്മാരൊന്ന് ചോദിച്ചു നോക്കണം. അപ്പം മനസ്സിലാവും കാര്യങ്ങൾ. ഈ കല്യാണത്തിന് മുമ്പ് വരെ സ്വന്തം ഇഷ്ടത്തിന് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പൊക്കോണ്ടിരുന്ന ഒരാള്, സ്വന്തം ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്ന ഒരാള്, സ്വന്തം ഇഷ്ടത്തിന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാള്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ഫോൺ ചെയ്യോ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാള്. അങ്ങനെ ഒരാളുടെ ജീവിതം കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാവുന്നു എന്നാലോചിച്ചിട്ടുണ്ട്? എൻ്റെ അടുത്ത് പലരും പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ ഈ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. അതായത് ഭർത്താവിന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ആൾക്കാർ, സ്വന്തം നമ്മുടെ പ്രായമുള്ള ആൾക്കാർ കാണും. നമ്മളോട് വളരെയധികം സ്വഭാവത്തിൽ സാദൃശ്യമുള്ള ആൾക്കാർ കാണും. അവരോട് നമുക്ക് വളരെ അടുപ്പം തോന്നും, അല്ലേ? അങ്ങനെയുള്ളൊരു സ്ത്രീകളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് പുറത്തു പോകാൻ ഭർത്താവിന്റെ സമ്മതം ചോദിക്കുക. കാരണം താലി എന്നൊരു ഫാക്ടർ കഴുത്തിലുള്ളതുകൊണ്ട് അവരുടെ സമ്മതം ചോദിച്ചേ പറ്റത്തുള്ളൂ. അതല്ലാതെ ഭർത്താവിന്റെ വീട്ടുകാരുടെ സമ്മതം, അവരുടെ ബന്ധുക്കളുടെ സമ്മതം, ഇതൊക്കെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം പറയട്ടെ. ഈ സ്വന്തം ഇഷ്ടത്തിന് ഈ പെൺകുട്ടികൾക്കും ഉണ്ടാവും അവരുടെ ഇഷ്ടമുള്ള ഫുഡ്. അവർക്ക് അച്ഛനും അമ്മയും വീട്ടിലുള്ള സമയത്ത് അവർക്ക് അവർ വെച്ചുണ്ടാക്കി കൊടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിലുള്ള ഫുഡ്സ് ഉണ്ടാവും, ഇല്ലേ? ഭർത്താവിന്റെ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു പെൺകുട്ടി ഈ സീ ഫുഡ്, അതായത് ചെമ്മീൻ, ഞണ്ട്, അതല്ലെങ്കിൽ ഈ കൂന്തല്, അതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ച് അവളുടെ ഫേവറേറ്റ് ലിസ്റ്റിലിരിക്കുന്ന കുറച്ച് സാധനങ്ങളായിരിക്കും. ഈ കാര്യങ്ങളൊന്നും ഈ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ കഴിക്കുന്നില്ല എന്ന് വെക്കുക. ഇങ്ങനൊരു കാര്യം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അതാരും കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ ചിക്കനോ മട്ടനോ ബീഫോ എന്തേലും ആവട്ടെ, ഇവരത് അവിടെ ബ്ലോക്ക് ചെയ്യും. പിന്നീട് അവർക്ക് അത് കഴിക്കണമെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി കഴിക്കാം എന്ന് അവർ വിചാരിക്കും, ഇല്ലേ? പക്ഷെ അധികം വീട്ടുകാരെ നോക്കുന്നത് എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ മാത്രമേ അവര് നോക്കാറുള്ളൂ. അവിടെയും ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് ഒരു വിലയില്ലാതാവും. 2. ഇനി 3ാമത്തെ കാര്യം, ഡ്രസ്സ്. അവര് വീട്ടിൽ നിന്ന് ഈ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വളർന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ്. കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ കയറി ചെല്ലുമ്പം അവരത് ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു, അതും തീർന്നു, ഇല്ലേ? തീർന്നു. 4. എല്ലാവരോടും സംസാരിച്ച് വളർന്നൊരു പെങ്കൊച്ച് പെട്ടെന്നൊരു ദിവസം 4 ചുവറിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞെങ്കിലിരിക്കും. അവർക്ക് ഭ്രാന്തെടുത്തു പോകും. ആരോടും സംസാരിക്കാനില്ല, മിണ്ടാനില്ല, ഒന്നും ചെയ്യാനില്ല. ഒബ്വിയസ്ലി അവർക്ക് ഭ്രാന്തെടുത്തു പോകും. 4ാമത്തെ കാര്യം, പിന്നെ പഠിത്തം. കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാണ് പലരും കല്യാണം കഴിക്കുന്നത്. അതിൽ എത്ര പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നുണ്ട്? അവരുടെ മനസ്സിലുണ്ടാവും ജോലിക്ക് പോകണം, സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം, സമ്പാദിക്കണം, എല്ലാ ആഗ്രഹങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും.
എത്ര പെൺകുട്ടികളെ നിങ്ങൾ അതിന് സമ്മതിക്കുന്നുണ്ട്? 5. ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് പെൺകുട്ടികളുടെ കാര്യങ്ങൾ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും സത്യമുണ്ടോ? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരില്ല എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിനകത്ത് അത് കാണും. ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. വേറൊരു കാര്യം, ഈ ആരോടും മിണ്ടാനില്ലാതെ സംസാരിക്കാനില്ലാതിരിക്കുമ്പോൾ ഇവർ ഫോണിലിരുന്ന് ചിലപ്പോൾ ഗെയിം കളിക്കും, അല്ലെങ്കിൽ റീൽസ് കാണും, അല്ലെങ്കിൽ വീഡിയോസ് കാണും. ഓൺ ദ സ്പോട്ടിൽ അടുത്ത ടോപ്പിക്ക് വരുന്നത് എന്താണെന്നറിയും. അവൾ 24 മണിക്കൂറും ഫോണിലാണ്, ഇവിടുത്തെ പണികളൊന്നും അവൾ എടുക്കുന്നില്ല. അവിടെ എന്ത് പണിയെടുത്താലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫോണിലോ TV-യിലോ നോക്കിയിരുന്ന അപ്പം പറയും പണിയൊക്കെ എടുക്കുന്നത് ഞാനാണ്, അവരവിടെ ഒന്നും ചെയ്യുന്നില്ല ഇല്ലേ? ചിലപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരിക്കും ഈ വന്നിരിക്കുന്നത്, അതും കുറ്റം. എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ലൈഫിലാവുമ്പം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പെൺകുട്ടികൾക്ക് മടുത്ത് തുടങ്ങും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് തോന്നും. അതിനും പറ്റാത്ത പെൺകുട്ടികളാണ് പിന്നെയും എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്. പിന്നെ ഒരു വഴിയില്ലാണ്ടാകുമ്പോൾ പലരും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലോട്ട് അങ്ങ് പോകും. ദേഹോപദ്രവം കൂടെ നിങ്ങൾ ചെയ്ത് കൊണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? അവർക്ക് ജീവിതം തന്നെ മടുത്തു പോവും. കുട്ടികളുണ്ടെങ്കിൽ അവരെ ആലോചിച്ച് മാത്രമായിരിക്കും പിന്നെ അവർ ജീവിക്കുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്ക്. ഭൂരിപക്ഷം പെണ്ണുങ്ങളും ഭർത്താവിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന സന്തോഷം വലുതായിരിക്കും. ചിലപ്പോൾ ഇത്രയും നാൾ അവരുടെ മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചിരുന്ന ദേഷ്യം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായ ദേഷ്യം, അവർ പൊട്ടിത്തെറിക്കുമായിരിക്കും, ചിലപ്പോൾ 4 പറയുമായിരിക്കും. എന്നാലും സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് കേട്ട് നോക്ക്. മനസ്സിലായോ? ഒന്ന് ശ്രമിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയണം. അതിപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ഹസ്ബൻഡ്സ് ആണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് പറയണം, അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര ആൾക്കാരുണ്ടെന്നുള്ളത്. ശരി, ബൈ.